ധ്യാൻ ശ്രീനിവാസൻ്റെ വേറൊരു ലെവൽ പടം. സാധാരണ പുള്ളി എപ്പോഴും ഫീൽ ഗുഡ് മൂവീസാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് ഫീൽ ഗുഡിൻ്റെ കൂടെ ത്രില്ലറും എല്ലാം ഉണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. ഇനി ഇതേപോലുള്ള പടങ്ങൾ കൂടുതലായിട്ട് ധ്യാൻ ശ്രീനിവാസൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഇത് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ ഇതൊരു വമ്പൻ ഹിറ്റായി മാറാൻ പോവുകയാണ്. ഇത് മലയാള സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ധ്യാൻ ശ്രീനിവാസൻ്റെ സിനിമ കണ്ടു. ഇപ്പോൾ ഒരു രാജകീയ കോമഡി സിനിമയാണ്. കോമഡി ഉണ്ട്, മാസം ഉണ്ട്, ആക്ഷൻ ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ട് തന്നെ ധ്യാൻ ശ്രീനിവാസൻ്റെ അടുത്ത ഹിറ്റ് എന്ന് തന്നെ പറയാം. ധ്യാൻ ശ്രീനിവാസൻ ഏറ്റവും കൂടുതൽ സിനിമയുള്ള പടമാണ്. അപ്പോൾ ഈ സിനിമയും സൂപ്പർ സിന്ധിയും ഓടട്ടെ എന്ന് വർത്തിക്കുന്നു. താങ്ക് യു. ഭയങ്കര എന്റർടൈനിങ് അല്ലേ, കോമഡിയൊക്കെ ഇല്ലേ? നിങ്ങൾ പറയും നിങ്ങളാരും കണ്ടില്ല, സൂപ്പർ പടം. അപ്പോൾ എല്ലാവരും പോയി കാണാൻ സൂപ്പർ സിന്ദഗി. എല്ലാവരുടെയും സിന്ദഗി സൂപ്പർ ആവട്ടെ. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മൾ വളരെയധികം മിസ് ചെയ്ത ഒരു ജോണറാണ് ഈ ഒരു കൺഫ്യൂഷൻ ഡ്രാമ, അല്ലെങ്കിൽ കോമഡിയും സസ്പെൻസും കുറച്ച് ഡ്രാമയൊക്കെ ഉള്ള ഒരു അത്തരം സിനിമകൾ കുറേയധികം ഇപ്പോൾ നമ്മൾ രാംജി റാവു സ്പീക്കിംഗ് മുതൽ കുറേയധികം സിനിമകൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഇടയായിട്ട് നമുക്ക് അങ്ങനത്തെ സിനിമകൾ വരുന്നത് കുറവാണ്. അപ്പോൾ ആ ഒരു ജോണറിൽ ഭയങ്കര ട്വിസ്റ്റുകൾ നിറഞ്ഞ കുറച്ച് കോമഡിയും ഡ്രാമയും അവസാനം ഒരു ഫൈറ്റും ഒക്കെ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര എൻഗേജിങ് ആയിട്ട് എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ടൈം പാസ് എൻ്റർടൈനർ എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ധ്യാൻ്റെയും മുകേഷ് ചേട്ടൻ്റെ ഒരു കോമ്പിനേഷനാണ്. മുകേഷ് ചേട്ടൻ പഴയ ആ ഒരു ഫോമിൽ നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതേപോലെ സുരേഷ് കൃഷ്ണ സാർ, അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ് ഇങ്ങനെ ഒരു മണ്ടനായ ഒരു ഡോൺ എന്നൊക്കെ പറയുന്നത്. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എനിക്ക് വ്യക്തിപരമായിട്ട് ആക്ഷൻ ചെയ്യാൻ പറ്റി. ഫൈറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വിൻറ്റേജ് എന്ന് പറഞ്ഞ ഈ ഡയറക്ടറിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അദ്ദേഹം ഇനിയും നല്ല സിനിമകൾ ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ ഇതിൻ്റെ പ്രൊഡ്യൂസർ ഹസീബ് ആൻഡ് സത്താറിക്ക, ഇവരുടെയും സിനിമകൾ ഇനിയും വരണം. അതുകൊണ്ട് എല്ലാവരും കാണും, പ്രോത്സാഹിപ്പിക്കും, വിജയിപ്പിക്കും. താങ്ക് യു. ധ്യാൻ്റെയും നമ്മുടെ മുകേഷിൻ്റെയും കോമ്പിനേഷൻ രസമുണ്ടായിരുന്നു. തമാശ ഒരു മൂവിയാണ്. പിന്നെ ക്ലൈമാക്സ് എനിക്ക് സുരേഷ് കൃഷ്ണൻ നല്ല രസമുണ്ടായിരുന്നു. സിനിമാറ്റോഗ്രാഫിക്ക് അത്യാവശ്യം നല്ല രസമുള്ളതാണ്. കുറച്ച് റിയൽ ലൈഫ് ബേസ് ചെയ്ത് നാട്ടിലുള്ള തട്ടിപ്പ്, കള്ളപ്പണം, ഈ പറഞ്ഞ പോലെ ഈ മറ്റേ ഗോൾഡ് ആ റിലേറ്റഡൊക്കെ ഉള്ള കുറച്ച് റിയൽ എക്സ്പീരിയൻസ് എടുത്തിട്ട് അത് വെച്ചൊരു നല്ല ത്രെഡുകൾ എടുത്തേക്കുന്നതാണ്. ഒരു വൺ ടൈം വാച്ചബിൾ ഫൺ മൂവി, ഒരു ടൈം പാസ് മൂവിയായി കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. ധ്യാൻ്റെ തമാശ ചില വർക്കൗട്ടായിട്ടുണ്ട്. മൊത്തത്തിലൊരു ആവറേജ് ഫ്ലിക്ക്. മെയിൻ വില്ലൻ റോള് ആദ്യമായിട്ടല്ലേ? മെയിൻ വില്ലൻ ഇത്ര ഒരു സ്ട്രെച്ചിൽ ഒരു ക്യാരക്ടർ ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. സോ അതിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ സിന്ദഗി ടീമിനെ വിശ്വസിച്ചു, ഞാൻ അവരെ വിശ്വസിച്ചു. നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.